ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചായയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മളെല്ലാവർക്കും ചായ കുടിക്കാൻ വലിയ ഇഷ്ടമാണ്. കടുപ്പം കുറച്ചും കടുപ്പം കൂടുതലൊക്കെ ആയിട്ട് ചായയുടെ വെറൈറ്റികളൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാരാണ് നമ്മൾ, പ്രത്യേകിച്ച് മസാല ചായ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അക്കൂട്ടത്തിലുള്ള ഒരു മസാല ചായയാണ്. എന്നാൽ ഇതൊരു വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഈ ചായയുടെ പേരാണ് ഇറാനി ചായ എന്നാണ് ഇതിന് പറയുക. ഇത് നമുക്ക് ഈ ഒരു ചായക്ക് ഭയങ്കര ടേസ്റ്റാണ്. സാധാരണ നമ്മൾ കുടിക്കുന്ന ചായയേക്കാളും ഒരു 100 മടങ്ങ് ടേസ്റ്റാണ് ഈ ചായക്ക്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതൊരു മസാല ചായ ആയതുകൊണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 5 ഏലക്ക ഒന്ന് ചതച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചതച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു തൊണ്ടൊക്കെ ഒന്ന് പൊട്ടി പുറത്ത് വന്നിട്ടുണ്ട്, കുരു പുറത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇത്രയും 2 കഷ്ണമുള്ള പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാനൊന്ന് ചെറുതാക്കി നുറുക്കിയതാണ്, അല്ലെങ്കിൽ ചതച്ചിട്ടുള്ളതാണ് ഞാനെടുത്ത് വന്നിരിക്കുന്നത്. ചതക്കയായിരിക്കും കുറച്ചും കൂടെ അതിൻ്റെ ഒരു നീരൊക്കെ ഇറങ്ങാൻ നല്ലത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിനകത്തോട്ടാണ് നമ്മളൊരു എന്താ പറയുക, ഒരു കിഴി എന്ന് പറയത്തില്ല, പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ അതുപോലൊക്കെ തന്നെ കെട്ടി നമ്മൾ ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുക്കുക. അപ്പോൾ എടുക്കുന്ന പാത്രം നമ്മുടെ സ്റ്റീമറിനകത്ത് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാത്രമായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ 2 കപ്പോളം ഉള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 400 ml, ഒരു 1/2 ലിറ്ററിന് തൊട്ട് താഴെയുള്ള രീതിയിൽ 2 കപ്പോളം ഉള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മളിതാ ഒരു തുണി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ തുണി വെക്കുമ്പം നമുക്ക് ഈ ഒരു കുറച്ചൊരു കുഴി പോലെ ആക്കിയിട്ട് ആ വെള്ളത്തിൽ ഒന്ന് മുട്ടിക്കെടുക്കാൻ പാകത്തിന് വേണം നമ്മൾ ഒന്ന് കണ്ടോ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തെന്നാൽ ആ വെള്ളം കുറച്ചങ്ങ് മേലോട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് വേണ്ടിയത്. അപ്പോൾ ഇത് നല്ല സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം, ഒരു ചരട് വെച്ചിട്ടോ. ഞാനിപ്പോൾ ഇതൊരു വൂള് വെച്ചിട്ടാണ്, നമ്മൾ ഈ നിറ്റൊക്കെ ചെയ്യുന്ന ഒരു വൂളുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഞാനിതൊന്ന് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു കെട്ടിക്കൊടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന തുണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പതുക്കെ ഒന്ന് താഴോട്ടൊന്ന് കൂട്ടിപ്പിടിച്ചാൽ മതിയാവും. അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ മല്ല് തുണി എന്നൊക്കെ പറഞ്ഞു കിട്ടും. ഇത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത തുണിയാണ് കേട്ടോ, കാരണം ഇതിൽ ചായയുടെ കറയൊക്കെ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് യൂസ് ആൻഡ് ത്രോ എന്നുള്ള രീതിയിൽ വേണം ഇതെടുക്കാനായിട്ട്, തുണി എടുക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാനൊരു 3 ടീസ്പൂണോളമുള്ള ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 മുഴുവൻ മസാല, അതായത് ഈ പട്ടയും ചേർത്തിട്ടുണ്ട്, പിന്നെ ഒരു 5 ഏലക്കയും ചേർത്തിട്ടുണ്ട്, പിന്നെ ഈ നമ്മൾ ഇടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മസാലകളാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഈ ഒരു സമയത്ത് ചേർക്കാം. ഞാനിപ്പോൾ പഞ്ചസാര എന്തായാലും ചേർക്കുന്നില്ല, ഞാൻ പിന്നീടാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ആവി കയറ്റാനായിട്ട് വെക്കണം. അപ്പോൾ അതിന് നമുക്ക് സ്റ്റീമറോ കുക്കറോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. കുക്കറിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നിങ്ങളൊരു 2 വിസിൽ വരെ വരുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കണം. ഒരു പാത്രം ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് അങ്ങനെ ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ സ്റ്റീമറാണ് ഉപയോഗിക്കുന്നത്. സ്റ്റീമർ എന്നല്ല, നമ്മൾ സാധാരണ ഒരു തട്ടിൽ ഒരു പാത്രത്തിനകത്ത് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഒരു പാത്രം കൂടെ ഒന്ന് ഇറക്കി വെക്കുന്നുണ്ട്, കാരണം നമ്മൾ ഒരു സ്റ്റാൻഡ് പോലെ വെക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൻ്റെ മൂടിയാണ് വെക്കുന്നത്. അത് കണ്ടോ. അപ്പം ഇത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെയാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം, അല്ലെങ്കിൽ അതിൻ്റെ ഡീകോഷൻ എന്നാണ് പറയുക, ടീ ഡീകോഷന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പാത്രം ഇറക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ചോദിക്കുക എന്താ ഇറാനി ചായയുടെ പ്രത്യേകത എന്ന്. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് കുടിച്ച് നോക്കുക. പിന്നെ ഇതൊരു എന്നും ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമല്ല, കാരണം ഇത് ഒത്തിരി സമയം എടുക്കുന്നൊരു പ്രോസസ്സാണ്. നമ്മളൊക്കെ ശരിക്കും ഒരു 5 മിനിറ്റിനകത്ത് ചായയൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇതുണ്ടാക്കാനായിട്ട് ഒരു 15 മിനിറ്റെങ്കിലും നമുക്ക് വേണം. അതാണ് ഈ ചായയുടെ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ഈ ചായപ്പൊടിയുടെയും ഈ ഒരു മസാലയുടെ ഒക്കെ ആ ഒരു സത്തൊക്കെ ഇറങ്ങി നല്ലൊരു ടീ ഡിക്കോഷൻ നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ഞാനിതൊരു ചായക്കടയിൽ ഈ അടുത്ത് ഞാൻ കുടിക്കാൻ പോയപ്പം എനിക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടിട്ട് ഞാനിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് അവരുടെ അടുത്ത് വളരെ കാര്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞതാണ്. പക്ഷേ ഇറാനി ടീ എന്നാണ് ഇതിനെ പറയുക, പക്ഷെ ഇത് പലതരത്തിലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അത് ഞാൻ പറയാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിന് മുന്നേ ഞാനതൊന്ന് മൂടി വെച്ചിട്ട് ഞാനൊരു 10 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമും ഇടയ്ക്ക് വയ്ക്കുക, ഇടയ്ക്ക് മീഡിയം ഫ്ലെയിമും വയ്ക്കുക. ആ ഒരു രീതിയിൽ മാറ്റിമറിച്ച് വെച്ച് നമുക്ക് ഇതിൻ്റെ ഈ ഒരു എല്ലാ നീരും നമ്മുടെ വെള്ളത്തിൽ ഇറങ്ങുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ ഞാനീ പറഞ്ഞത്, ഇത് ചില ആൾക്കാർ ഇതിനകത്ത് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിക്കുന്നവരുണ്ട്. ഞാൻ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കാതെയാണ് ഇന്ന് ചെയ്യുന്നത്. കാരണം ഓൾറെഡി ചായക്കകത്ത് മധുരമുണ്ട്, പിന്നെ മിൽക്ക് മെയ്ഡും കൂടി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര മധുരമായിട്ട് തോന്നും.
ഞാനിപ്പോൾ ചെയ്തത് എന്നാണെന്നറിയാമോ, നമ്മൾ മൂടി വെക്കുന്ന പാത്രത്തിന് ഇതുപോലെ ഒരു എന്താ പറയുക, ഒരു ഹോളൊക്കെ ഉണ്ട്, ആവി പോകാനായിട്ട് ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് പതുക്കെ അടച്ചേക്കണം കേട്ടോ. കാരണം നമുക്ക് അത്രയും ടൈറ്റായിട്ടാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ഞാനൊരു ടിഷ്യൂ പേപ്പർ ഒന്ന് തിരികെ വെച്ചതാണ് നേരത്തെ കണ്ടത്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കി. നമ്മുടെ ചായയുടെ ഒക്കെ ഇത് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ ചായയുടെ പ്രത്യേക സ്മെല്ലാണ് കേട്ടോ ചായയുടെ ഒക്കെ. അപ്പം നല്ല ചായപ്പൊടി എടുക്കാൻ നോക്കുക, എങ്കിൽ നമ്മുടെ ഇറാനി ചായ സൂപ്പറായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കണ്ടോ, നമ്മുടെ തുണിയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വീണ്ടും ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഓർത്തിട്ടുള്ള തുണി വെക്കരുത്. നമുക്കത് യൂസ് ആൻഡ് ത്രോ ആണ്. കാരണം ചായയുടെ കറ നമുക്കറിയാലോ, അതെങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഇനി ഞാനതൊന്ന് പതുക്കെ പുറത്തെടുക്കുകയാണ്, വളരെ സൂക്ഷിച്ച് പുറത്തെടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചായ ഉണ്ടാക്കുന്നത് വല്ലപ്പോഴൊക്കെ നമുക്ക് ഈ ചായ ഉണ്ടാക്കി കുടിക്കാൻ പറ്റും. അല്ലെങ്കിൽ 2-3 പേർക്കൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ല വർഷത്തിലൊക്കെ ഉണ്ടാക്കി കുടിക്കായിരിക്കും നല്ലത്. കാര്യം ഇത് സമയമെടുക്കും, അല്ലെ ഇതൊന്ന് ഒത്തിരി വലിയ കാര്യങ്ങളൊക്കെ ആണ് എന്നുണ്ടെങ്കിലും ചായ സൂപ്പറാണ്. നമുക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്യും, ഒന്ന് മാറ്റി പിടിക്കണം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു ചായയാണിത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കെട്ടൊക്കെ ഒന്ന് അഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തുണി ഒന്ന് നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞ് ഇതിനകത്തു നിന്നുള്ള ആ ഒരു നീരെല്ലാം നന്നായിട്ട് ആ വെള്ളത്തിൽ നമ്മുടെ ടീ ഡിക്കോഷനിൽ വരാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞു കൊടുക്കുക. നല്ല ചൂടുണ്ടാവും, കൈ സൂക്ഷിക്കുക. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ, എനിക്ക് ഒരു കൊച്ചു അനൗൺസ്മെൻറ്റ് ഉണ്ടെന്ന് ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഗിവ് അവേ വെച്ചായിരുന്നു. നമ്മൾ 3 വിന്നേഴ്സിനെ അനൗൺസും ചെയ്തായിരുന്നു. അതിൽ 2 പേര് മാത്രമേ നമ്മുടെ അടുത്ത് കോൺടാക്ട് ചെയ്തിട്ടുള്ളൂ. ഒന്ന് ഷിഹാബ് എന്ന് പറഞ്ഞ ആളും ഒന്ന് നാസീർ എന്ന് പറഞ്ഞ ആളും മാത്രമാണ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുള്ളൂ. സൂസൻ ജോയ് എന്ന് പറഞ്ഞ ആൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ വഴിയുമില്ല. നമ്മൾ 2 ദിവസം വെയിറ്റ് ചെയ്തു. നമുക്ക് അപ്പോൾ അതുകൊണ്ട് പുതിയൊരാളെ നമുക്ക് തിരഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന്, നമുക്ക് അടുത്ത ഞായറാഴ്ച ലൈവിൽ വന്നിട്ട് എടുക്കണോ, അതോ ഞങ്ങൾ തന്നെ ഒരാളെ എടുത്തിട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഒരു വീഡിയോ ആയിട്ട് ഇട്ടാൽ മതിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ഞാൻ ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ലൈവിൽ വന്നാൽ ഇട്ടാൽ മതിയോ അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ എടുക്കണോ എന്നുള്ളതൊന്ന് പറയണം കേട്ടോ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടീ ഡിക്കോഷൻ അവിടെ റെഡിയായി വെച്ചിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി ചായയുടെ ബാക്കിയുള്ള കാര്യം നോക്കാം. അപ്പം ഞാൻ 2 കപ്പോളുള്ള ഡീക്കോഷനാണ് ഉണ്ടാക്കിയത് അപ്പം ഞാനിവിടെ എടുക്കുന്ന പാലെന്ന് പറയുന്നത് 1.5 കപ്പോളം ഉള്ള പാലാണ് എടുത്തിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇതൊരു ഇച്ചിരി റിച്ച് ആയിട്ടുള്ള മിൽക്കി ആയിട്ടുള്ള ഒരു ചായയാണ് ഇറാനി ചായ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 2 കപ്പിന് 2 കപ്പ് പാൽ, 2 കപ്പ് വെള്ളത്തിന് 2 കപ്പ് പാലാണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പാലൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനത് പറയാൻ വിട്ടുപോയി. പഞ്ചസാര ഞാൻ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. അതും നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക. അപ്പോൾ പാലൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്തിന് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡീക്കോഷൻ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിപ്പോൾ മുഴുവൻ ഡീക്കോഷൻ ഒഴിച്ചു കൊടുക്കുകയാണ്. കാരണം ഇവിടെ നല്ല സ്ട്രോങ് ചായയാണ് എല്ലാവർക്കും ഇഷ്ടം. കുഞ്ഞുങ്ങൾക്ക് വരെ സ്ട്രോങ് ചായയാണ് ഇഷ്ടം. ഞങ്ങളിപ്പം നിർബന്ധം പിടിച്ചിട്ടാണ് പതുക്കെ അവർക്ക് ലൈറ്റ് ചായ ആക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇനി വേറെ ഒന്നുമില്ല, നമ്മൾ സാധാരണ ചായ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇതിങ്ങനെ തിളച്ച് വരണം. അപ്പോൾ ആദ്യമേ തന്നെ ലോ ഫ്ലെയിമിലിടണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. എന്നിട്ടൊരു ചെറിയ തള വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിടയ്ക്ക് ഒന്ന് എന്താ പറയുക, ഒന്നിടയ്ക്കൊന്ന് മീഡിയത്തിലോട്ട് മാറ്റുക. അപ്പോൾ നന്നായി തിളയ്ക്കും. അപ്പം ഞാനൊരു മീഡിയത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി പതുക്കെ വീണ്ടും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് ഇങ്ങനെ വെച്ച് തിളപ്പിച്ചുകൊണ്ടിരിക്കണം. എങ്കിലാണ് നമുക്ക് നല്ല കട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ നല്ല കടുപ്പം കൂടിയിട്ടുള്ള ചായ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ തീ കൂട്ടിയും കുറച്ചുമൊക്കെ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വരാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കണ്ട, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ജോലി ചെയ്യുന്നത് കൊണ്ടാണ്, മൺഡേ ടു ഫ്രൈഡേ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവിൽ വരാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലൈവിൽ വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഞായറാഴ്ച വരാനൊക്കത്തുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് പരസ്യമായിട്ട് തന്നെ ലൈവിൽ വന്നിട്ട് തന്നെ നമുക്ക് ഒരാളെ നറുക്കെടുത്തെടുക്കാം. ഇനിയിപ്പോൾ അതല്ല, അത്രയും വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ ഒരാളെ നറുക്കിട്ടെടുത്ത് ഞങ്ങൾ നാളെയോ നാളെ പറ്റത്തില്ല, മറ്റന്നാൾ ഞങ്ങളൊരു വീഡിയോ വിന്നറിനെ അനൗൺസ് ചെയ്ത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എന്താ വേണ്ടതെന്നുള്ളത് നിങ്ങളോട് ചോദിച്ചിട്ടാണ് ഞാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കണം എന്താണ് നിങ്ങളുടെ താല്പര്യം എന്നുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന കമൻറ്റ് ഏതാണോ ആ ഓപ്ഷന് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് കൂടുതൽ കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് തിളപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നിർത്തി. കടുപ്പൊക്കെ ഞാൻ ടേസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു, സൂപ്പറാണ്. അപ്പോൾ ഞാനിതൊരു ഗ്ലാസ്സിനകത്തോട്ടൊന്ന് മാറ്റി ഒഴിച്ചിട്ട് വരാം.
അങ്ങനെ അതാ നമ്മുടെ ഇറാനി ചായ ഇവിടെ റെഡിയാണ്. ഇത് ഹൈദരാബാദിലാണ് ഏറ്റവും കൂടുതൽ. ഇതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഹൈദരാബാദിൽ നിന്നാന്ന് തോന്നുന്നു. ഈ പേർഷ്യൻ ആൾക്കാരൊക്കെ വന്ന് ഉണ്ടാക്കി, ഹൈദരാബാദിൽ വന്ന് ഉണ്ടാക്കിയൊരു ചായയാണിത്. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കഴിഞ്ഞാൽ ഡബിൾ രുചിയാണ്. പക്ഷേ അതൊക്കെ ഷുഗറും ഡയബറ്റിക് അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് പറ്റത്തില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഈ ചായ, പക്ഷെ ഉണ്ടാക്കുന്നത് റിയലി ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് അറിയിക്കുക. ഒപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.